വർഷം മുമ്പേ പഞ്ചായത്തിൻ്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതൊരു ഫാർമേഴ്സ് ക്ലബിൻ്റെ ഒരു. ഞാൻ ഉമേശൻ വേളൂർ, ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു പാറപ്രദേശത്ത് മണ്ണിട്ടിട്ട് നല്ലൊരു പച്ചക്കറി തോട്ടം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. എൻ്റെ അമ്മാവനാണ്. അപ്പോൾ അമ്മാവൻ ഉണ്ടാക്കിയ പച്ചക്കറി തോട്ടവും കൃഷിത്തോട്ടമൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. കൂടാണ്ട് അമ്മാവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇന്നെൻ്റെ ചാനലിൽ നമ്മുടെ കരിന്തളം പഞ്ചായത്ത് മെമ്പർ ചാനലിലേക്ക് വരുന്നുണ്ട്. ഉമേഷ് ചേട്ടനും കൂടി എൻ്റെ ചാനലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഉമേശൻ വേളൂർ, ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. സൂര്യപ്രകാശം രോഗങ്ങളൊന്നും ഇല്ല പറഞ്ഞില്ല. പിന്നെ സൂര്യപ്രകാശം നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് നല്ല രീതിയിൽ ചെയ്യണം. എന്നാൽ നമുക്ക് മറ്റ് രോഗങ്ങളോ പ്രാണികളൊന്നും ഉണ്ടാവില്ല. അതിന് ജൈവ പച്ചക്കറി തോട്ടമാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള കീടനാശിനി ജൈവ കീടനാശിനിയെല്ലാം കുറേ അതെല്ലാം അടിച്ചു കൊടുക്കുന്നുണ്ട്. സൂര്യപ്രകാശം ഇതിന് പച്ചക്കറിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി തന്നെ കാണുന്നത്. അതന്നെ പ്രധാനപ്പെട്ടതാണ്. സൂര്യപ്രകാശം ഇല്ലെങ്കിൽ പിന്നെ കായ് ഉണ്ടാവില്ല, കുറവായിരിക്കും. കാനപ്പാടിൽ വളർന്നാൽ ഇങ്ങനെ വളർന്നു പോകുന്നല്ലാണ്ട് പിന്നെ പച്ചക്കറി ഉണ്ടാവില്ല. മുമ്പ് കർഷകശ്രീ ഉൾപ്പെടെയുള്ള അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരു കർഷകൻ കൂടിയാണ്. ഇതുകൂടാതെ മറ്റെന്തെങ്കിലും പച്ചക്കറി കൂടാതെ മറ്റെന്തെങ്കിലും കൃഷി രീതികളുള്ള മറ്റ് കൃഷികളുണ്ട്. മറ്റു കൃഷി പറഞ്ഞാൽ പശു വളർത്തുന്നുണ്ട്. ഇപ്പോൾ പിന്നെ രാവിലെ ഇപ്പോൾ ഒരു 3 മണിക്ക് എണീക്കും. അപ്പോൾ 500 മരം റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഒന്ന് പശുവിനെ കറക്കും. 3-4 പശുവുണ്ട്. പശുവിനെ കറന്നതിന് ശേഷം വീണ്ടും പച്ചക്കറിയിലേക്ക് ഇറങ്ങുന്നതാണ്. അതുപോലെ തന്നെ വാഴ കൃഷിയുണ്ട്. 150 വാഴയുണ്ട്. ഇതുകൂടാതെ തന്നെ വേറെയും പച്ചക്കറി ഉണ്ട്. ഇത് പാറപ്രദേശം ചെയ്തതാണ്. ഇത് മണ്ണിൽ വേറെ സ്ഥലത്തും കൂടെ വേറെ പച്ചക്കറി ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 5-6 വർഷം മുമ്പേ പഞ്ചായത്തിൻ്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതൊരു ഫാർമേഴ്സ് ക്ലബിൻ്റെ ഒരു അവാർഡ് കൂടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു അവാർഡെല്ലാം കിട്ടലുണ്ട്. മുമ്പ് ദൃശ്യമാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത, ചെങ്കൽപ്പാറയിൽ മുന്തിരി വിളയിക്കുന്നത് എല്ലാം ഭയങ്കര വാർത്തയും മുന്തിരി വിളക്കുണ്ടായിരുന്നു. അത് ഇപ്പോഴും ചെയ്യുന്നുണ്ടോ ആ കൃഷി? മുന്തിരി കൃഷി പറഞ്ഞാൽ മുന്തിരി ഒരു 3-4 വർഷം മുമ്പേ മുന്തിരി കൃഷി ഉണ്ടായിരുന്നു. മുന്തിരി വീട്ടുമുറ്റത്താണ് ഉണ്ടായിരുന്നു. നല്ല വിളവ് ഉണ്ടായിരുന്നു. പക്ഷെ അതെന്തോ കാരണവശാൽ അതിൻ്റെ ഒരു പരിചരണം കുറഞ്ഞുകൊണ്ട് അതിപ്പോൾ കൃഷിയില്ല. വീണ്ടും നട്ടിട്ടുണ്ട്. അതിന് ഒരു കൊല്ലം കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നത്. എൻ്റെ പേര് AB രാജൻ, കരിന്തളം. താമസം നമ്മളെ ബാങ്കിൻ്റെ അടുത്താണ്. പിന്നെ വീട്ടിൽ തന്നെ ഏച്ചിയുണ്ട്, മൂത്ത ഏച്ചിയുണ്ട് സഹായത്തിനായിട്ട്. അതുപോലെ തന്നെ പിന്നെ ഭാര്യ സുജിതയുണ്ട്. 2 മക്കളുണ്ട്. ഒരു മക്കൾ ഒരാൾ 7ാം ക്ലാസ് പഠിക്കുന്നു, ഒരാൾ 5ാം ക്ലാസ് പഠിക്കുന്നു. മൂത്തോളെ പേര് ഐശ്വര്യ, രണ്ടാമത്തെ അശ്വിൻ രാജ്. ഇതിപ്പോൾ എൻ്റെ വീട്ടിലെ ഏച്ചി എന്ന് പറഞ്ഞാൽ ഏച്ചിയുടെ മൂത്ത മകൾ വന്നിട്ടുണ്ട് പച്ചക്കറി തോട്ടം കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ഉണ്ടോ, പേര് ബിന്ദു എന്നാണ്. താമസം ബാനത്താണ്, ബാനത്ത്. അപ്പോൾ പച്ചക്കറി ഇടയ്ക്കിടെ പച്ചക്കറി ആയിരുന്നു ഞാൻ വീഡിയോയിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. പൈസ കൊടുത്തിട്ടല്ല.
പറഞ്ഞാൽ നല്ല പിന്നെ ചാണകപ്പൊടി ഉണ്ടല്ലോ, ഈ നടുമ്പോൾ തന്നെ ചാണകപ്പൊടി ഇടണം. ചാണകപ്പൊടി ഇട്ട് മണ്ണും ജോയിൻ്റ് ആക്കിയിട്ട് കുരു ഇട്ടാൽ നമ്മൾ ഹൈബ്രിഡ് വിത്താണ് ചെയ്യുന്നത്. മറ്റേ അതിപ്പോൾ നല്ല ഇത് ചാണകപ്പൊടിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് നല്ല ഉസാറായിട്ട് വളരും. പിന്നെ രണ്ട് നേരം വെള്ളം ഒഴിക്കണം. 2 നേരം വെള്ളം ഒഴിക്കണം. ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് കൂടുതൽ വെള്ളം വേണം. അതെനിക്ക് ഉൽപ്പാദനം കൂടും. ഇത് വിൽപ്പനക്കൊന്നും പ്രശ്നമൊന്നുമില്ല. വിൽപ്പന നമ്മളെ ഏട്ടൻ്റെ പിന്നെ കടയുണ്ട് ബാങ്കിൻ്റെ അടുത്ത്. അപ്പോൾ അത് നല്ല ഡിമാൻഡാണ്. അപ്പോൾ പയറ് വിളിച്ച് ചോദിച്ച ശേഷം പയർ ആൾ വന്നതിന് ശേഷം വിളിക്കുക, അന്നേരം തന്നെ പറിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പോൾ അത് ഇന്ന് കൊടുക്കും. അപ്പോൾ 1-2 വെച്ച് പയറെല്ലാം കൊടുക്കും. സന്തോഷമാണ് ഈ ഒരു വിളവ് കാണുമ്പോൾ. നാല് വർഷമായി മാവ് നട്ടിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതിപ്പോൾ ഒരു 25 മാവ് നട്ടിട്ടുണ്ട്. പാറ തന്നെയല്ല, അതിൻ്റെ ഇടക്കാണ് ഈ പച്ചക്കറി നട്ടത്. മാവ് 4 വർഷമായി മാവ് വളർന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ 3-ാം വർഷം തന്നെ പിടിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇപ്രാവശ്യം മാങ്ങ ഉണ്ടായിട്ടുണ്ട്. മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതലായിട്ട് പൂക്കുക. അപ്പോൾ ഈ കാലാവസ്ഥയിലെ മാറ്റം കൊണ്ട് ചില പൂവെല്ലാം കരിഞ്ഞു പോകുന്നു എല്ലാം. പിന്നെ അടുത്ത പ്രാവശ്യം കൂടുതൽ കായ്ക്കുന്നതെന്ന് വിചാരിക്കുന്നു. 25ഓളം മാവുണ്ട് ഇടാം ഈ പ്രദേശത്ത് നട്ടിട്ടുണ്ടാക്കിയത്. ഇതിപ്പോൾ ഒരു 30 സെൻറ്റ് സ്ഥലമാണ്.
ആ 30 സെൻറ്റ് സ്ഥലത്ത് ഒരു ഭാഗം കവുങ്ങ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 8 വർഷമായിട്ട് കഴിഞ്ഞ് വെച്ചിട്ട് അതിൽ 4-ാം വർഷം തന്നെ കവുങ്ങ് അടക്കം പിടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം പാറപ്രദേശമാണ്, മണ്ണിട്ടുണ്ടാക്കിയതല്ല. മണ്ണിട്ടിട്ട് അതിന് ഒരു ബോർവെല്ല് എടുത്തിന് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നല്ല അടക്കുണ്ട്. 1 കിൻഡിന് അടക്കം ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മാമൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. പച്ചക്കറിത്തോട്ടവും ഈ പശുവും കോഴി വളർത്തലും ഒക്കെയാണ് അമ്മാവൻ്റെ സന്തോഷവും. ഇവിടെ തന്നെയാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പോൾ അമ്മാവൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.